കുറ്റ്യാടി കാവിലുംപാറ മലയോര മേഖലയിൽ ഇന്നലെയുണ്ടായ കൊടുങ്കാറ്റിൽ 50 കോടിയുടെ നാശനഷ്ടങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമ്പു ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രദേശത്ത് 30 കോടിയോളം രൂപയുടെ ഗ്രാമ്പു കൃഷിയാണ് നശിച്ചത്. സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിച്ച് കർഷകർക്ക് കൈത്താങ്ങാവണമെന്ന ആവശ്യം ശക്തമാണ്. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്കാണ് അരമണിക്കൂർ നീണ്ടുനിന്ന കൊടുങ്കാറ്റ് കാവിലുംപാറ മലയോര മേഖലയിൽ ആഞ്ഞുവീശിയത്. 40 വീടുകൾ തകർന്നു. ഗ്രാമ്പു, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് വ്യാപകമായി നശിച്ചത്. പഞ്ചായത്ത്, റവന്യൂ, കൃഷിവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഏകദേശം 50 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കണക്കാക്കുന്നത്. കൂടുതലായും നശിച്ചത് ഗ്രാമ്പു കൃഷിയാണ്. ഗ്രാമ്പു സമൃദ്ധമായി വിളയുന്ന പ്രദേശമാണ് കാവിലുംപാറ മലയോരം. കാട്ടുമൃഗ ഭീഷണി ഇല്ലാത്ത കാർഷിക വിളയായി കർഷകർ തിരഞ്ഞെടുത്ത് കൂടുതൽ പേരും കൃഷി ചെയ്തു വരുന്നതും ഗ്രാമ്പുവാണ്. കാറ്റിൽ 5000-ലേറെ ഗ്രാമ്പു മരങ്ങൾ കടപുഴകി. ഗ്രാമ്പു വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതിനാൽ പൂർണ്ണമായ നഷ്ടം കർഷകർ സഹിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് 1200ഓളം ഗ്രാമ്പു മരങ്ങൾ നശിച്ച കർഷകൻ ജോയ് കണ്ണഞ്ചിറ പറഞ്ഞു. കാവിലുംപാറ പഞ്ചായത്തിൽ ഇന്നലെ ആഞ്ഞുവീശിയ കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞത് ഗ്രാമ്പു കർഷകരുടെ മനസ്സാണ്. ഏകദേശം 50 കോടിയോളം വില വരുന്ന നഷ്ടമാണ് കാവിലുംപാറ പഞ്ചായത്തിനുണ്ടായിരിക്കുന്നത്. കർഷക മനസ്സുകൾ ആകെ നിരാശയിലാണ്. അതിൻ്റെ മെയിനായ കാരണം ഈ കാർഷിക വിള ഗ്രാമ്പു വിള ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് ഇൻഷുർ ചെയ്യാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കിട്ടാനോ സാധിച്ചിട്ടില്ല. ആയതുകൊണ്ട് അടിയന്തരമായി ഇത് വിള ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തണമെന്നാണ് കർഷക സംഘടനകൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷിയും വ്യാപകമായി നശിച്ചു. കാവിലുംപാറയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ച് സഹായങ്ങൾ നൽകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മേഘ പൊയിലുപറമ്പത്ത് ആവശ്യപ്പെട്ടു. കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിൽ 45ഓളം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ കൃഷി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും ആശ്വാസമേകാനുള്ള പദ്ധതികൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലയോര പ്രദേശത്തെ എല്ലാ പ്രദേശങ്ങളിലും കൃഷിനാശവും വീട് നാശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നഷ്ടപരിഹാരങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി കണക്കുകൾ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഒക്കെ ചേർന്നുകൊണ്ട് തയ്യാറാക്കുന്നുണ്ട്. അടിയന്തരമായി കൃഷിക്കാർക്കും വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയാൽ ഗവൺമെൻറ് പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്തി ഇവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. കാവിലുംപാറ പഞ്ചായത്തിന്റെ 17 വാർഡുകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ 50 കോടി രൂപയോളമാണ് നഷ്ടം കണക്കാക്കുന്നത്. നഷ്ടങ്ങളുടെ പൂർണ്ണമായ കണക്ക് തിങ്കളാഴ്ച വൈകിട്ടോടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.